ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധന്യാസ് ഡയറി. ഇന്നത്തെ ഒരു നാടൻ റെസിപ്പിയാണ് നെത്തോലി പീര വറ്റിച്ചത്. ഇത് നമുക്ക് ചെറിയ നെത്തോലി, ചെറിയ കൊഞ്ച്, ചെറിയ മത്തിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. മാങ്ങ ഇട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളി ഇട്ടിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതൊരു 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. ഈ മീൻ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. തലയും വാലും കട്ട് ചെയ്താൽ മാത്രം മതി. അകത്തുള്ള വേസ്റ്റും എടുത്ത് കളയണം. അതിനുശേഷം കല്ലുപ്പിട്ട് കഴുകുകയാണെങ്കിൽ ഈ മീനിൻ്റെ അകത്തുള്ള ഉളുപ്പ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇത് നന്നായിട്ട് 3-4 വെള്ളം ക്ലിയർ ആവുന്നത് വരെ നന്നായിട്ട് കഴുകുക. ഇനി നമുക്ക് മീൻ പീര എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കട്ടെ. ഞാൻ പീര വയ്ക്കാനായിട്ട് ഒരു പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിലും എടുക്കാം. ഇവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ഇടുവാണെങ്കിൽ ഒരു 20-25 എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3-4 എടുത്തിരിക്കുന്നത്. കാന്താരി മുളകാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 3-4 അല്ലി, പിന്നെ അരമുറി തേങ്ങ. ഇതൊക്കെ ഞാൻ ഒരു കല്ലിൽ ചതച്ചാണ് എടുക്കുന്നത്. ചതച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലുള്ള കല്ല് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിലിങ്ങനെ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് നന്നായിട്ട് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ചതച്ചെടുക്കുകയാണെങ്കിൽ പീര വയ്ക്കുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ്. മീൻ പീര വയ്ക്കുമ്പോൾ മൺചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അടികട്ടിയുള്ള ഒരു നല്ല മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ ഈ മീൻ പീര വറ്റിച്ചതിന് നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ്. ഇനി നമുക്ക് പീര വയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറിൽ അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് പച്ചമുളകാണ് ചേർത്തത്. അപ്പം മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല. മഞ്ഞ കളറിലാണ് ഈ ഒരു പീര ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളകാണ് ഈ പീര വറ്റിച്ചതിന് നല്ല ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ മീൻ പീരയുടെ ടെക്സ്ചർ തന്നെ മാറും. തോരൻ്റെ പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇനി ഈ അരപ്പ് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുളിക്കായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ തിരുമ്മി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് കൊഴുവയും കൂടി ഇട്ട് കൊടുക്കാം. കൊഴുവ അല്ലെങ്കിൽ നെത്തോലി മീൻ അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും കൈ വെച്ച് തന്നെ, മീൻ ഉടഞ്ഞു പോവാതെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഈ അരപ്പും ഈ എല്ലാം ഒന്ന് മീനകത്ത് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കളയരുത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നെത്തോലി മീനകത്ത് കുറച്ച് വെള്ളം ഇറങ്ങുന്ന മീനാണ്. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കൂ. ഞാൻ ജസ്റ്റ് കൈ കഴുകിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോവും. ഈ മീൻ അധികം വേവില്ലാത്തതാണ്. ഒരു 3-4-5 മാക്സിമം പോയ 8 മിനിറ്റ് കൊണ്ട് വെന്ത് വരും ഈ ഒരു പീര. ഇനി സ്റ്റൗവിൽ വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞു പോവും. ചെറിയ തീയിലിരുന്നാണ് ഇത് വേവേണ്ടത്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. തുറന്ന് നോക്കാം. മീനകത്തു നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ വേവണം. ഈ വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റി വരണം. ഒരു കമ്പ് വെച്ചിട്ട് നന്നായിട്ട് മീനൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ, കുഴഞ്ഞു പോവാത്ത രീതിയിൽ പതുക്കെ വളരെ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കാം. സ്പൂൺ വെച്ചൊന്നും ഇളക്കരുത്. സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ മീനെല്ലാം അവിയൽ പോലെ ആയിപ്പോവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3-4 മിനിറ്റ് കഴിഞ്ഞു. മീൻ പീര ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ പീര തയ്യാറായിട്ടുണ്ട്. ചട്ടി ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, അത് തന്നെ ഇരുന്ന് വറ്റിക്കോളും. ഇനി ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുകയാണ്. അടച്ച് വയ്ക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വിളമ്പുന്ന സമയമാകുമ്പോൾ തുറന്നാൽ മതി.
വളരെ സ്വാദിഷ്ടമായ മീൻപീര തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻ്റായിട്ട് പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് മീൻപീര വയ്ക്കാൻ അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണാൻ ഇടയായത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് ഞാനിന്ന് ചോറ് കഴിക്കാൻ പോവുകയാണ്. ഈ കറി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നല്ല ചൂടുള്ള കുത്തരിച്ചോറ്, കരിമീൻ വറുത്തത്, പിന്നെ നാടൻ നെത്തോലിപ്പീര, പുളിശ്ശേരി, ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഒരുപാട് സ്നേഹത്തോടെ ധന്യ ഫ്രം ധന്യാസ് ഡയറി. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.